ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പ്രാസംഗികനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. അത് സ്ഥിരം പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നതോട് ഒരു കാര്യം പറയാനുണ്ട്. മധ്യമേഖലയിൽ നടക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റമാണിത്. മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായി ഫെബ്രുവരി 15 നടക്കുന്ന യുവജന സമ്മേളനത്തിലാണ് വി ഡി സതീശന് പ്രസംഗിക്കാൻ അവസരം. ശ്രദ്ധേയമായ കാര്യം, ഇതിനു മുമ്പ് ഇതേ കൺവെൻഷനിൽ സംസാരിക്കാൻ അവസരം ലഭിച്ച രാഷ്ട്രീയക്കാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനും പിന്നെ ഇപ്പോൾ ശശി തരൂരും മാത്രം എന്നുകൂടി ഓർക്കണം. അതേസമയം മറ്റൊരു നീക്കത്തിൽ വരുന്ന മന്നംചേതിക്ക് NSSൻ്റെ ആസ്ഥാനത്ത് സമുദായ നേതൃത്വം മുഖ്യ പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, രമേശ് ചെന്നിത്തല MLA ആണ്. കഴിഞ്ഞ തവണ ശശി തരൂരിനെ ക്ഷണിച്ച് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് ഈ വിഷയത്തിൽ മന്നംചേതിയിൽ NSS നേതൃത്വം. ഇപ്പോഴിതാ അവർ രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ മന്നം സമാധിയിൽ AK ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അവിടുത്തെ സുരക്ഷാ ഗാർഡുകൾ ഷൂസിട്ട് കയറി എന്നതിൻ്റെ പേരിൽ പിന്നീട് ഏറെക്കാലത്തേക്ക് കോൺഗ്രസ് നേതാക്കളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അതിനുശേഷമാണ് ശശി തരൂരിനെ മന്നംചേതിക്ക് മുഖ്യപ്രഭാഷകനായി NSS ആസ്ഥാനം ക്ഷണിച്ചത്. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ക്ഷണിച്ചിരിക്കുന്നത്. ഇനി മാരാമൺ കൺവെൻഷൻ്റെ വിഷയമെടുത്താൽ 130 വർഷത്തെ ചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും ജനപ്രതിനിധികളുമൊക്കെ സംബന്ധിക്കാറുണ്ട്. പക്ഷേ അവർക്കവിടെ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാറില്ല. കാരണം അതൊരു കൺവെൻഷനാണ്. അപൂർവമായി മാത്രമേ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവരവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ. സുവിശേഷ യോഗമായതിനാൽ അക്രൈസ്തവർ അവിടെ പ്രസംഗിച്ചിട്ടുള്ളതും അപൂർവമാണ്. എന്നാൽ ഒരു സുവിശേഷകനായിട്ടല്ല വി ഡി സതീശനെ കൺവെൻഷനിൽ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്, ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ്. ആ സൂചനയാണ് ക്രൈസ്തവ സംഘടനകൾ കോൺഗ്രസിനും CPMനും മുന്നേ കൂട്ടി നൽകുന്നത്. 1935 എബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ ക്ഷണപ്രകാരം CV കുഞ്ഞിരാമൻ ഇതേ കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തിൽ മനനൊന്ത CV ഈഴവരുടെ കൂട്ടായ മതമാറ്റത്തെക്കുറിച്ചുള്ള ചിന്ത കൺവെൻഷനിൽ പങ്കിട്ടത് വലിയ ചലനം സൃഷ്ടിച്ചു. ഇതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് അടുത്ത വർഷം ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായത്. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് വി ഡി സതീശൻ ആ വേദിയിൽ പ്രസംഗിക്കാനെത്തുമെങ്കിൽ എന്ത് പറയുമെന്നാണ് ചോദ്യം. എങ്കിലും സതീശൻ്റെ ആ വരവിനും പ്രസംഗത്തിനും ഉണ്ടാകും ഒരു സുപ്രധാന ലക്ഷ്യം. അത് കാത്തിരുന്ന് കാണണം. 1974 യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ ക്ഷണപ്രകാരം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനും ഇതേ കൺവെൻഷൻ വേദിയിൽ പ്രസംഗിച്ചു. സഭകൾ കമ്മ്യൂണിസവുമായി ഏറെ അകന്നു നിന്ന കാലമായിരുന്നത്. ക്രൈസ്തവ ദർശനത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നു എന്ന് വിശദീകരിക്കുന്നതായിരുന്നു സി അച്യുതമേനോൻ എന്ന ആ ദാർശനികൻ്റെ പ്രസംഗം. മുൻവർഷം ശശി തരൂർ കൺവെൻഷൻ്റെ ഭാഗമായി നടന്ന യുവസമ്മേളനത്തിൽ പ്രസംഗിച്ചു. യുവജനങ്ങളുടെ കുടിയേറ്റമായിരുന്നു വിഷയം. പ്രതിപക്ഷ നേതാവായ ശേഷം വിവിധ ക്രൈസ്തവ സഭാ കൺവെൻഷനുകളിൽ സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. ബൈബിൾ ഉദ്ധരിച്ചും ക്രൈസ്തവ വീക്ഷണത്തെ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധിപ്പിച്ചുള്ള പ്രസംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് സതീശനെ ഈ സുപ്രധാന എൻട്രി. ചെറുപ്പകാലം മുതൽ മാരാമൺ കൺവെൻഷൻ മണപ്പുറത്ത് കിടക്കുന്ന ആധ്യാത്മിക കൺവെൻഷനിലെ പ്രസംഗങ്ങൾ തന്നെ ആകർഷിക്കാറുണ്ടെന്നും ഈ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നെന്നുമാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. എന്തായാലും ഇത് ഇടതുപക്ഷത്തിലൊരു പൊളിറ്റിക്കൽ മുന്നറിയിപ്പാണ്. ക്രൈസ്തവരിലെ ഒരു വിഭാഗം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നു എന്ന് സർക്കാരിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നീക്കം കൂടിയാണിത്. അന്ന് ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ നല്ലൊരു അകൽച്ച ഉണ്ടായിരുന്ന കാലത്താണ് സി അച്യുതമേനോൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പ്രസംഗിക്കാനെത്തുന്നത്. ഇന്നിതാ ക്രൈസ്തവരുമായി മാത്രമല്ല, ക്രൈസ്തവ വിഭാഗത്തിന് ഇന്നിതാ കോൺഗ്രസും ക്രൈസ്തവ വിഭാഗവുമായി ഒരു ലയനം. അതുതന്നെയാണ് ഇപ്പോൾ ഈ വി ഡി സതീശൻ്റെ കൺവെൻഷനിലെ സാന്നിധ്യം കൊണ്ട് വ്യക്തമാകാൻ പോകുന്നതും. എന്തായാലും കാത്തിരുന്ന് കാണണം ആ മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ എന്താണ് പ്രസംഗിക്കുക എന്നറിയാനായിട്ട്.